സ്മൃതിയേക്കാൾ ഭയാനകം. മഹാകവി കുമാരനാശാന്റെ ഈ വരികൾ ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മുടെ ഉള്ളിൽ ശിലാലിഖിതം പോലെ തെളിഞ്ഞു വരുന്നു. ഓരോ ഭാരതീയയും സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിനമാണ് 1940 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതയായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് ലഭിച്ച ദിവസം. ഏറെ നാളുകൾ സ്വാതന്ത്ര്യം ലഭിക്കാതെ നമുക്ക് വേണ്ടി പോരാടിയ ഒട്ടനവധി സമര നേതാക്കളുടെ മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ഒപ്പം തന്നെ വയനാട് ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ഒട്ടനേകം പേരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേടുവാൻ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് അവരെയും ഈ നിമിഷം നമുക്ക് ഓർക്കാം. ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ. പ്രിയമുള്ളവരെ, രാജ്യത്തെ ജീവന തുല്യം സ്നേഹിച്ച മഹാനായ നേതാവായിരുന്നു ചാച്ചാ നെഹ്റു. സംസ്ഥാനത്തിലെ ഗവർണറുമാവുന്ന ആദ്യത്തെ വനിതയും സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവയായിരുന്ന നായിഡു ദില്ലിയാത്രയെ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരികളായിരുന്നു ബ്രിട്ടീഷ് ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യ പോരാളിയായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ മറ്റു വിപ്ലവകാരികൾക്കൊപ്പം പോരാടിയ അവർ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന ഇന്ത്യയുടെ പ്രകാശമായ ഗാന്ധിജി ധരിച്ച മാനവ സൗഹാർദ്ദ
ഓരോരുത്തരും പിന്തുടരേണ്ടത്. അക്രമങ്ങൾ പെരുകി വരുന്ന ഈ കാലത്ത് ഗാന്ധി എന്ന ഓർമ്മ